ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നാളികേരം ചേർക്കാതെ എങ്ങനെ വട്ടയപ്പം തയ്യാറാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അരിയും അവിലും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് വട്ടയപ്പം തയ്യാറാക്കാമെന്ന് നമ്മളിവിടെ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തയ്യാറാക്കിയപ്പോൾ എനിക്ക് പൗളല്ലാതെ തന്നെ ശരിയായി കിട്ടി. അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വൈറ്റ് റൈസാണ് എടുത്തിരിക്കുന്നത്, പച്ചരി അല്ല. ഇഡ്ഡലി റൈസ് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പച്ചരി ആകുമ്പോൾ നമുക്കൊരു 4 മണിക്കൂറൊക്കെ സോക്ക് ചെയ്യാൻ ഇട്ടാൽ മതി. കാരണം അത്രയ്ക്കൊക്കെ മതിയാവും, പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും. ഇഡ്ഡലി റൈസ് ആകുമ്പോൾ കുറച്ചും കൂടി ടൈം നമ്മൾ ഇടേണ്ടി വരും, എന്നാലാണ് നമുക്ക് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. അതുപോലെ തന്നെ നല്ല അത്രയും സ്മൂത്തായിട്ട് നമുക്ക് അരച്ചെടുക്കണമല്ലോ. വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തായാലും അങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുക. അപ്പോൾ പച്ചരി ആകുമ്പോൾ അധികം ടൈം വേണ്ടപ്പോൾ ഒരു 4-5 മണിക്കൂർ ഞാനിപ്പോൾ സോക്ക് ചെയ്യായിട്ടിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ വൈകുന്നേരം 4 മണി ടൈമിലേക്കൊക്കെ ഉണ്ടാക്കാനാണ് വെച്ചെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ സമയത്ത് അരി വെള്ളത്തിലിടുക. കാരണം അപ്പം ഇട്ടാൽ മതിയാവും. തലേദിവസമൊക്കെ ഇടുമ്പോൾ അതൊരു പൊട്ട സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് രാവിലെ ഇട്ടാൽ മതിയാവും. അത് കഴിഞ്ഞ് ഒരു 10 മണി 11 മണി നേരമാകുമ്പോൾ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 മണി 4 മണി ആകുമ്പോഴേക്കും ഒരു 5-6 മണിക്കൂർ മതിയാവും. നല്ല ചൂടുള്ള ഒരു അന്തരീക്ഷമൊക്കെയാണ് വെച്ചെങ്കിൽ നന്നായി വീറി വരികയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കൊരു 4 മണി ടൈമിലൊക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ അതേ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് 4 മണിക്കൂർ സോക്ക് ചെയ്തിട്ട അരിയാണിത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് അരി എന്ന് പറയുമ്പോൾ അതിൽ ഏകദേശം ഒരു മുക്കാൽ വേണ്ട, ഒരു 1/2 ഗ്ലാസ് മതിയാവും. 1/2 ഗ്ലാസ് അവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളവിൽ കിട്ടും. വെള്ളവിൽ കിട്ടിയാൽ നമ്മുടെ വട്ടയപ്പം നല്ല കളറുണ്ടാവും. ഇതായാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ മട്ട അവിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഏലക്കായാണ് ആവശ്യം, പിന്നെ പഞ്ചസാര. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളൂ. മറ്റേ നാളികേരത്തിൻ്റെ പാലെടുക്കുന്ന പ്രോസസ്സോ ഒന്നുമില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് വേഗം തയ്യാറാക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇത് വേണം കേട്ടോ, ഈസ്റ്റ് വേണം. പിന്നെ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളൂ. അവല് നമ്മൾ നന്നായി കഴുകിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം, നല്ല വെള്ളം ഒഴിച്ച് വെക്കുക. അത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ നല്ല വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. നന്നായി കഴുകി കളയുക. അപ്പോൾ അതിലത്തെ നെല്ലിൻ്റെ അതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ പോയി കിട്ടും നമുക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ അത്യാവശ്യം കളറൊക്കെ വന്നിട്ടുണ്ട്. നന്നായി കഴുകി കളഞ്ഞോളൂ, അപ്പോഴാണ് നമുക്ക് നല്ലൊരു കളറൊക്കെ കിട്ടുള്ളൂ. ഇനി ഇതൊരു 10-15 മിനിറ്റ് നേരം സോക്ക് ചെയ്യാൻ വയ്ക്കുന്നതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. നമ്മൾ ആദ്യത്തെ പോർഷൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം നമ്മുടെ വൈറ്റ് റൈസ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ അടുത്തത് അരയ്ക്കുമ്പോൾ ഇത് കുറച്ച് പച്ചരിയുണ്ട്, അതുപോലെ തന്നെ നമ്മൾ സോക്ക് ചെയ്തിട്ടിരുന്ന അവലും, ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ഇനി ഇടാൻ പോകുന്നത്. കാരണം കുറച്ചല്ലേ ഉള്ളൂ, ഇത് ഒറ്റതിൽ തന്നെ ചെയ്യായിരുന്നു. എങ്കിലും ഞാൻ കുറച്ച് റൈസ് ബാക്കി വെച്ചതാണ്. ഇപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ കൂടെയാണ് നമ്മൾ പഞ്ചസാര ഇട്ട് അടിക്കാൻ പോകുന്നത്. അപ്പോൾ പഞ്ചസാര ഇട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് നല്ല വെള്ളം കൂടി വരും. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ മുമ്പേ ശ്രദ്ധിക്കുക. മുമ്പ് അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇപ്പോൾ ഈ അവിലുള്ള കുറച്ച് വെള്ളം ഉണ്ടായിരിക്കുമല്ലോ, ആ വെള്ളത്തിൽ തന്നെ അരഞ്ഞു വരട്ടെ. അതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇനി അരക്കണേലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് അരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു ടീസ്പൂണിൽ, ഇതിങ്ങനെ അധികം കുഴിയില്ലാത്തൊരു ടീസ്പൂണാണ്, ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടില്ല, ഇത് ഇത്ര. അപ്പോൾ ഓരോ സ്ഥലത്തെ ചൂടനുസരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ചൂട് കൂടിയോടത്ത് അധികം ഇടേണ്ടി വരില്ല, തണുവുള്ളവർക്കാണെങ്കിൽ കുറച്ചധികം ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കും. അപ്പോൾ പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കറി കൂട്ടി കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അധികം മധുരം ചേർക്കണ്ട. അതല്ല അത് മാത്രമായിട്ട് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മധുരം ചേർക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത്രയേ ഉള്ളൂ, അത് കാരണം തന്നെ ഒരു 5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഏലക്കായ ഉണ്ടല്ലോ, ഏലക്കായ ഇതുപോലെ നമുക്ക് അങ്ങനെ ആക്കിയെടുത്തതിൻ്റെ ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. തൊലി ഇട്ട് കൊടുക്കണ്ട. തൊലിയിട്ട് അരച്ച് വരുമ്പോൾ നമുക്ക് കളർ അങ്ങോട്ട് അത്ര ശരിയായി കിട്ടില്ല. അങ്ങനെ തൊലി ഇടണമെന്ന് അത്ര നല്ലതൊന്നുമല്ല. അതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഇത്തിരി മധുരം കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ഒരു 5 ടീസ്പൂൺ കൂടിയും മധുരം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അവലരച്ചപ്പോൾ കണ്ടില്ലേ, കളറിനൊരു മാറ്റം വന്നത് കണ്ടില്ലേ, ഒരു റെഡ് കളർ വന്നു. അപ്പോൾ വൈറ്റ് അവലാണ് വെച്ചെങ്കിൽ നല്ല വൈറ്റായിട്ട് തന്നെ ഇരിക്കുക. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഇനി ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ, ഉപ്പ് ചേർക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലൂസ് കൺസിസ്റ്റൻസി നമ്മൾ നോക്കണം കേട്ടോ. മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പഞ്ചസാരയും ഏലക്കായൊക്കെ ചേർത്താണ് അത് ഈ ഒരു പരുവം കണ്ടില്ലേ. കുറച്ചും കൂടി നമുക്ക് വെള്ളമാവാം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട്
ഇതിലൊരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്ത് ഒഴിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് വൃത്തിയായി കിട്ടുകയും ചെയ്യും. ഇതിനൊക്കെ ആവശ്യമുള്ള വെള്ളം കിട്ടിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. നമ്മൾ ബാക്കിയുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അതേ ഒരു ലൂസ് കൺസിസ്റ്റൻസി, വല്ലാണ്ട് ലൂസാവാനും പാടില്ല, അധികം കട്ടിയാവാനും പാടില്ല. നല്ലോണം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമുക്കിതിൽ കുറേ പണികൾ നമുക്ക് ഒഴിവാണ്. നാളികേരം പാല് ചേർക്കണ്ട, അതുപോലെ തന്നെ അരിപ്പൊടി കുറുക്കണ്ട, അതൊന്നും ചെയ്യണ്ട. ജസ്റ്റ് ഇതുപോലെ ആക്കി വെച്ചാൽ മാത്രം മതി. ഇനി ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് ഫെർമെൻ്റായി വന്നോളും. നല്ല ചൂടുള്ള സ്ഥലം നോക്കി വെക്കുക, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫെർമെൻ്റായി കിട്ടും. അപ്പോൾ ഈ പാത്രത്തിൽ വെച്ചാൽ പറ്റില്ല, നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമ്മുടെ മാവ് നന്നായി ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒരു പ്ലേറ്റിലേക്ക്, ഇപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ഒരു ചെറിയ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് എണ്ണയോ നെയ്യോ തടവുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ, ഫുൾ നമ്മൾ ഇളക്കി ചേർക്കാൻ പാടില്ല. മുകൾ ഭാഗം മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒക്കെ അപ്പങ്ങൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഏറ്റവും അവസാനത്തെ അപ്പം മാത്രമേ കുറച്ച് ഹാർഡായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇളക്കി ചേർക്കാതെ മുകൾ ഭാഗം മാത്രം എടുക്കുക. നല്ല സോഫ്റ്റായ അപ്പം കിട്ടും. നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മുകൾ ഭാഗത്തുനിന്ന് മാത്രം എടുക്കുക, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അധികം നമ്മൾ തിക്കായിട്ടുള്ള അപ്പല്ല തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിതൊരു ചെറിയ പ്ലേറ്റ് ആണല്ലോ, അപ്പോൾ നമുക്ക് ഒരു 3 ഇത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ. അപ്പോൾ വട്ടയപ്പത്തിൽ നമ്മൾ വേറെ ഒന്നും നട്ട്സുകളൊന്നും ചേർക്കാറില്ല. ഇനിയിപ്പോൾ വേണമെന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ചേർക്കണ്ട, ഇപ്പോൾ ചേർത്താൽ അതിന് അടിയിലേക്ക് പോകും. അപ്പോൾ ഒരു പകുതി വേവായി കഴിയുമ്പോൾ നമുക്ക് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചെറിയോ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും വെക്കാം. അപ്പോൾ നമ്മളൊന്ന് പകുതി വേവായി വരട്ടെ, അപ്പോൾ നമുക്ക് വെച്ചാൽ മതി. ഞാൻ ഇതുപോലുള്ള ഒരു ഇഡ്ഡലി ചെമ്പലിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ തട്ടുണ്ടല്ലോ, അതിങ്ങനെ മറച്ചിട്ടു. അപ്പോൾ നമുക്ക് അത് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെരിഞ്ഞ് ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ഭാഗം ചെരിഞ്ഞിട്ട് വരും. നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്ന ലെവലിൽ വേണം നമ്മൾ വെക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ പാത്രം ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഏതെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ നമ്മൾ അടുപ്പുള്ള ചില്ലടുപ്പുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട്, നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് ഒരു ചെറിയ ഡവർ എന്തെങ്കിലും വെക്കുക. അതിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കുക. അപ്പോഴാണത് ഇങ്ങനെ കിടന്ന് വെള്ളം തിളയ്ക്കുമ്പോൾ കിടന്ന് ഇളകില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പ്ലേറ്റ് വെച്ചതിന് ശേഷം മാവ് ഇതുപോലെ ഒഴിക്കുക. എന്നിട്ട് അടച്ചു വെച്ചാൽ മതി. അങ്ങനെയായാലും ആവുകയൊക്കെ ചെയ്യും. പക്ഷെ കുറച്ച് ടൈം എടുക്കുന്നു മാത്രം, കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ എയർ ചെറുതായിട്ടൊക്കെ പോവും. അപ്പോൾ അത് കാരണം ഈ ഇഡ്ഡലി ചെമ്പുണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെച്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് കൊണ്ടോ കത്തി കൊണ്ടോ ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ താഴ്ത്തി നോക്കുക. അതിനകത്ത് പിടിച്ചിട്ടില്ല എന്ന് വെച്ചെങ്കിൽ വെന്തിട്ടുണ്ടായിരിക്കും. ഇത് ജസ്റ്റ് കുറച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ആയിട്ട് വരട്ടെ കേട്ടോ. ഇതെന്താണെന്ന് വെച്ചെങ്കിലേ, ഞാനിത് ആയോ എന്ന് അറിയാൻ വേണ്ടി കൈകൊണ്ട് ആക്കിയതാണ് ഈ കാണുന്ന ഡിസൈനിൽ. നമ്മളിതിൽ നട്ട്സ് ഇടാൻ മറന്നുപോയി. നമുക്ക് അടുത്തത് ഉണ്ടാക്കുമ്പോൾ നട്ട്സ് ഇടാം. അപ്പോൾ ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരിക്കട്ടെ. ഒന്നും കൂടി ഒന്നായി വരട്ടെ കേട്ടോ. നമ്മുടെ അപ്പം ആയി വന്നിട്ടുണ്ട്. ഞാനിത് പുറത്തേക്ക് ഇറക്കി വെച്ചു. നമുക്ക് വേഗം ആവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ചൂടാറി വരും. ഇല്ലെങ്കിൽ ഇത് റൂം ടെമ്പറേച്ചറായി വരട്ടെ, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണ വട്ടയപ്പാണ് വെച്ചെങ്കിൽ നമ്മൾ ഫുൾ നന്നായിട്ട് തന്നെ ചൂടാറണം, അല്ലെങ്കിൽ അതിനകത്ത് പറ്റി പിടിക്കും. ഇതങ്ങനെയല്ല, ഒരുവിധം നല്ല ചൂടൊന്ന് പോയി കഴിഞ്ഞാൽ ചെറിയ ചൂടുണ്ടെങ്കിലും ഒട്ടും തന്നെ പറ്റി പിടിക്കാണ്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റും കേട്ടോ. ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സോഫ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും സ്മൂത്തായിട്ടുള്ള അപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് നട്ട്സ് വെച്ചിട്ടുള്ളത് ഞാൻ അടുത്തതാക്കി വെച്ചിട്ടുണ്ട്. ഇത് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് നേരം ഒന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ഞാൻ നേരത്തെ തന്നെ അയ്യോ കുറച്ച് നേരമില്ലായുള്ളൂ എന്ന് വിചാരിച്ച് നിന്ന കാരണമാണ് നട്ട്സ് ഇടാൻ നമുക്ക് പറ്റാഞ്ഞ. വെച്ച് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നോക്കിക്കോളൂ, കാരണം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ കാരണം തന്നെ ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് നട്ട്സ് വെക്കണം കേട്ടോ. നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്തിട്ടില്ല. വേണമെന്ന് വെച്ചാൽ നമുക്ക് റോസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. നമ്മൾ അണ്ടിപ്പരിപ്പും ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ
താന്നു പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് തോന്നി ഇപ്പോൾ ഈ ഭാഗമൊക്കെ കണ്ടില്ലേ കറക്റ്റായിട്ട് വെച്ചപ്പോൾ ഇതായിട്ട് വന്നു. ഇവിടെ വെച്ചപ്പോൾ മാത്രമാണ് ഒന്ന് താന്നു പോയത്. നമുക്ക് വേവിച്ചെടുക്കാം. അത് അത്യാവശ്യം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ചെറിയ തോതിലിട്ട്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഞാൻ എടുത്ത് കണ്ടില്ലേ നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. ചെറിയ ചൂടുണ്ട് ഇത്. അത്യാവശ്യം നമുക്ക് കൈ പിടിക്കുമ്പോൾ എന്നാൽ സാധാരണ വട്ടയപ്പാണ് വെച്ചെങ്കിൽ ഇതേപോലെ നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ സ്മൂത്തായുള്ള വട്ടയപ്പം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നട്ട്സ് വെച്ചതും കൂടി ഒന്ന് ആയി വരട്ടെ കേട്ടോ. അതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നട്ട്സ് വെച്ചിട്ടുള്ള വട്ടയപ്പം ആയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഇപ്പോൾ ഇത് ചെറുതാണ് തയ്യാറാക്കിയത്. ഇത് അത്ര അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഇനി പിന്നെ ഒരു ചെറുതിനും കൂടി വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് നമുക്ക് 3 അപ്പം തയ്യാറാക്കാൻ പറ്റും. ഒരു 2 ചെറുതും ഒരു വലുതും കേട്ടോ. നമുക്കിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഇതിൻ്റെ സോഫ്റ്റ്നെസ് എത്രത്തോളം ഉണ്ടെന്ന്. നമുക്ക് നന്നായി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇരിക്കുന്നുണ്ട് ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാ അപ്പവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ. നല്ല അടിപൊളിയായുള്ള വട്ടയപ്പം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇതേ അളവ് തന്നെ നമുക്ക് കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസി ആക്കുക. അതുപോലെ തന്നെ ഏലക്കായ ചേർക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നല്ല വെള്ളയപ്പം തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ അവൽ ഉപയോഗിച്ചിട്ട് അപ്പോൾ നമ്മൾ അരിപ്പൊടി കുടിക്കുക പോലെയൊന്നും കുറുക്കൊന്നും വേണ്ട. ഇത് തന്നെ നമുക്ക് നല്ല വെള്ളയപ്പച്ചട്ടിയിൽ വെള്ളയപ്പം തയ്യാറാക്കാം. അല്ലെങ്കിൽ ദോശത്തവ ഉണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ദോശത്തവയിൽ കോരി ഒഴിച്ച് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇതായാലും നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്